കിങ് ലിയർ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ട്രാജഡിയാണ് കിങ് ലിയർ എന്ന് പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് 1606 ഈ പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് പവർ, ബിട്രയൽ, മാഡ്നസ് ആൻഡ് റിഡംഷൻ. മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. കിങ് ലിയർ, ദ ഏജിങ് കിങ് ഓഫ് ബ്രിട്ടൻ. അദ്ദേഹത്തിൻ്റെ കിങ്ഡം തൻ്റെ 3 പെൺമക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോണറൽ ആൻഡ് റീഗനാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത 2 പെൺമക്കൾ. അദ്ദേഹത്തിനോട് അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല, ബട്ട് ദേ ഫേക്ക് ദ ലവ്. എന്തിനാണ്? അവരുടെ പ്രോപ്പർട്ടി വീതം വെച്ച് കിട്ടാനായിട്ട്. കോഡേലിയാണ് ദ തേർഡ് ആൻഡ് യങ്ങസ്റ്റ് ഡോട്ടർ ഹൂ ഈസ് വെരി ലോയൽ ടു കിങ് ലിയർ. പക്ഷേ അദ്ദേഹത്തിന് കോഡേലിയുടെ ലോയൽറ്റി മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ലേറ്റ് ആയിപ്പോയി. പിന്നെ ഫൂൾ, കിങ് ലിയേഴ്സ് ലോയൽ ജസ്റ്റർ ഹു സ്പീക്സ് ദ ട്രൂത്ത് ഇൻ റിഡിൽസ്. അപ്പോൾ ടിപ്പിക്കൽ ഷേക്സ്പിയറിയൻ ക്യാരക്ടേഴ്സിലുള്ള ഒരാളായ ദ ഫൂൾ ട്രൂത്താണ് പറയുന്നത്, പക്ഷെ അത് റിഡിൽസിലായിരിക്കും പറയുക. ഒരു ടിപ്പിക്കൽ ഷേക്സ്പിയറിയൻ ക്യാരക്ടർ. അടുത്ത ഗ്ലോക്കസ്റ്റർ ആണ്, നോബിൾമാൻ ഹു ഫേസസ് ബിട്രയൽ ബൈ ഹിസ് ഇല്ലെജിറ്റിമേറ്റ് സൺ. എഡ്ഗർ ആണ് ഗ്ലോക്കസ്റ്റിൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സൺ, പക്ഷേ ഹീ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ഹൈഡിങ് സംവെയർ ഇൻ ദ പ്ലേ. അടുത്ത എഡ്മണ്ട് ആണ് ഗ്ലോക്കസ്റ്റിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് സൺ ഹൂ സ്കീംസ് ഫോർ പവർ. അടുത്ത കെൻറ്റ് എന്ന് പറയുന്നത് കിങ് ലിയറുടെ ലോയൽ സെർവൻറ്റ് ഹു ഡിസ്കൈസസ് ഹിംസെൽഫ് ടു കണ്ടിന്യൂ സെർവിങ് ഹിം. വേഷം മാറി കിങ് ലിയറിനെ സെർവ് ചെയ്യുക തന്നെയാണ് കെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിങ് ലിയർ ഒരു പ്രൗഡ് ആൻഡ് ഇമ്പൾസീവ് കിങ് ആണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പുവർ ജഡ്ജ്മെൻറ്റ് ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹ്യൂമൻ വൾണറബിലിറ്റിയുടെയും മാഡ്നസിൻ്റെയും സിമ്പലാണ് കിങ് ലിയർ. ഹി ഗെയിൻസ് വിസ്ഡം ത്രൂ സഫറിങ്, ബട്ട് ഒരു ട്രാജഡി പ്രിവെൻറ്റ് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. അടുത്ത കോഡേലിയാണ്, ഓണസ്റ്റാണ്, ലവിങ് ആണ്, ബട്ട് കിങ് ലിയറിനെ ഹണിഫിൽഡ് വേർഡ്സ് യൂസ് ചെയ്ത് ഫ്ലാറ്റർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. വിർച്യുവിനെയും ജസ്റ്റിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ അവരുടെ ഡെത്ത് ഫേറ്റിൻ്റെ ഹാർഷ്നെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, അല്ല ഹൈലൈറ്റ് ചെയ്യുകയാണ്. അടുത്തത് ദ ഫൂളാണ്. ഫൂള് വിറ്റും ഐറണിയും യൂസ് ചെയ്ത് കിങ് ലിയറിൻ്റെ മിസ്റ്റേക്സിനെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവസാനമാകുമ്പോൾ ദ ഫൂൾ ഡിസപ്പിയേഴ്സ്. എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? കിങ് ലിയറിൻ്റെ ലാസ്റ്റ് ഹോപ്പിനെയാണ് ദ ഫൂളിൻ്റെ ഡിസപ്പിയറൻസ് സിംബലൈസ് ചെയ്യുന്നത്. അത് ഗ്ലൂക്കസ്റ്ററാണ്. കിങ് ലിയറിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹം മിസ്ജഡ്ജ് ചെയ്യുകയാണ്. എഡ്മണ്ട്, റോങ് സണ്ണായ എഡ്മണ്ടിനെ ആണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. ലിയറും ഗ്ലൂക്കസ്റ്ററും ഒരേപോലെ തന്നെ സഫറിങ്ങിലൂടെയാണ് വിസ്ഡം കണ്ടെത്തുന്നത്. എഡ്മണ്ടാണ് മാസ്റ്റർ മാനിപ്പുലേറ്റർ, കണ്ണിങ് ആൻഡ് ഡിസൈറ്റ്ഫുള്ളാണ്, ഇല്ലെജിറ്റിമേറ്റ് സ്റ്റാറ്റസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ലൈസും ബിട്രയലും യൂസ് ചെയ്തിട്ടാണ് പവർ ഗെയിൻ ചെയ്യുന്നത്. അവസാനം സ്വന്തം ആക്ഷൻസ് പുള്ളി റിഗ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ടു ലേറ്റ് ടു അൺഡു ദി ഡാമേജ്. അടുത്ത എഡ്ഗർ, ഹു ഇസ് എ ലോയൽ ആൻഡ് സർവൈവർ സൺ. ഹി ഈസ് റോങ്ലി അക്യൂസ്ഡ് ബട്ട് റിമെയിൻസ് വിർച്വസ്. പുവർ ടോമാഡി ഡിസ്കൈസ് ചെയ്യുകയും ഫാദറിനെ, അതായത് ഗ്ലൂക്കസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനെയാണ് എഡ്ഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പേഷ്യൻസിനെയും റിസൈലിയൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുകയാണ് എഡ്ഗർ. പിന്നെ ഹീ സർവൈവ്സ് ടു റീബിൽഡ് ഓർഡർ. കോണറൽ ആൻഡ് റീഗൻ ഹു ആർ ദ വില്ലൻസ് ആൻഡ് എംബോഡിമെൻറ്റ്സ് ഓഫ് ക്രൂവൽറ്റി. ഹിപ്പോക്രിറ്റിക്കലാണ്, പവർ ഹംഗ്രിയാണ്, റൂത്ത്ലെസ് ആണ്. അവരുടെ ഫാദർ കിങ് ലിയറിനെ തന്നെ അവരാദ്യം ബിട്രേ ചെയ്യുന്നു, പിന്നെ അവർ അങ്ങോട്ടും കൊണ്ട് തിരിയും അവസാനമാകുമ്പോൾ. ദ സെൽഫ് ഡിസ്ട്രക്ഷൻ റിവീൽസ് എ കോൺസിക്വൻസ് ഓഫ് ഗ്രീഡ് ആൻഡ് അംബീഷൻ. അപ്പോൾ ഗ്രീഡിൻ്റെയും അംബീഷൻ്റെയും ഒരു എംബോഡിമെൻ്റാണ് കോണറൽ ആൻഡ് റീഗൻ, കിങ് ലിയറിൻ്റെ 2 മൂത്ത പെൺമക്കൾ. കെൻറ്റ്, ഹു ഇസ് എ എംബോഡിമെൻ്റ് ഓഫ് ലോയൽറ്റി ആൻഡ് ഓണർ, is fiercely devoted to കിങ് ലിയർ. കിങ് ലിയർ കെൻറ്റിനെ ബാൻ ചെയ്തിട്ടും ഫിയേഴ്സ്ലി ഡിവോട്ടഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കിങ് ലിയറിനെ സെർവ് ചെയ്യാനായിട്ട് ഡിസ്കൈസസ് ഹിംസെൽഫ്, വേറൊരു ആളിൻ്റെ രൂപത്തിൽ വന്ന് കിങ് ലിയറിനെ സെർവ് ചെയ്യാനാണ്. Kent represents integrity in contrast to deceit around him. Themes: power and betrayal. Lear's trust in false flattery leads to his downfall. അദ്ദേഹത്തിൻ്റെ മൂത്ത 2 പെൺമക്കൾ പറയുന്ന ഫോൾസ് ഫ്ലാറ്ററിയിൽ വീണ് പോവുകയാണ് കിങ് ലിയർ. അത് അദ്ദേഹത്തിൻ്റെ ഡൗൺഫോളിലേക്ക് ലീഡ് ചെയ്യുന്നു. അടുത്ത മാഡ്നസ് ആൻഡ് വിസ്ഡം. ലിയേഴ്സ് ഇൻസെനിറ്റി റിവീൽസ് ഡീപ്പർ ട്രൂത്ത്സ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിൻ്റെ ഡീപ്പർ ട്രൂത്ത്സിലേക്ക് ഒരു എക്സ്പ്ലോറേഷനാണ് നടത്തുന്നത്. ജസ്റ്റിസ് ആൻഡ് ഫേറ്റ്. ദ പ്ലേ ക്വസ്റ്റ്യൻസ് വെദർ ജസ്റ്റിസ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്.
വേൾഡിൽ ജസ്റ്റിസ് എന്നൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ റേസ് ചെയ്യുകയാണ്. അടുത്ത ലോയൽറ്റി ആൻഡ് റിഡംഷൻ. ക്യാരക്ടേഴ്സ് ലൈക്ക് കോർഡേലിയ, കെൻറ്റ്, എഡ്ഗർ ഇവരെല്ലാവരും അവർക്ക് സഫറിങ് ഉണ്ടായിട്ട് പോലും കിങ് ലിയറിനോട് ലോയലായിട്ട് നിൽക്കുകയാണ്. അൺലൈക്ക് ഗോണറൽ ആൻഡ് റീഗൻ, അവർ അവരുടെ ഒരു ലോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ലിയർ ആൻഡ് കോർഡേലിയ, ഗ്ലൂക്കസ്റ്റർ ആൻഡ് എഡ്ഗർ ഷോ ലവ്. ലിയർ ആൻഡ് ഗോണറൽ ഓർ റിഗൻ, ഗ്ലൂക്കസ്റ്റർ ആൻഡ് എഡ്മണ്ട് ഷോ ബിട്രയൽ. ഇപ്പം ലിയറും കോർഡേലിയയും അല്ലെങ്കിൽ ഗ്ലൂക്കസ്റ്ററും എഡ്ഗറും തമ്മിലുള്ളത് ലവ് ആണ്. പക്ഷേ ലിയറും മൂത്ത 2 പെൺമക്കളും പിന്നെ ഗ്ലൂക്കസ്റ്ററും എഡ്മണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിട്രയലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.